ഗ്രാൻഡ് ഫിനാലയുടെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. അനീഷിന്റെയും അനുമോളുടെയും രണ്ടുപേരുടെയും മാഷപ്പ് കണ്ടു. ലാലേട്ടൻ ഹൗസിനകത്തേക്ക് പോയി ലിവിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് രണ്ടുപേരുടെയും മാഷപ്പ് കണ്ടത്. ടിവിയിലാണ് കാണിച്ചത്. രണ്ടുപേരുടെയും മാഷപ്പ് അടിപൊളിയായിരുന്നു. പക്ഷെ അനീഷിന്റെ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മള് അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഈ ഒരു സീസണിൽ. അപ്പൊ അതുകൊണ്ട് അനീഷിന്റെ മാഷപ്പ് കുറച്ചുകൂടി പേഴ്സണൽ ആയിരുന്നു. നല്ല മികച്ച രീതിയിൽ തന്നെ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ദൈർഘ്യം വേണമായിരുന്നു എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് റണ്ണറപ്പായിട്ട് വരുന്നവർക്ക് അത്രയൊക്കെ അവര് ഇടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനീഷിന്റെ നല്ല രസം ഉണ്ടായിരുന്നു. ദൈർഘ്യം കുറഞ്ഞു പോയെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അനുമോളുടെ പക്ക സിനിമാറ്റിക് സാധനമായിരുന്നു. എല്ലാ ഡ്രാമയും സംഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടുപേരുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ലൈറ്റ്സ് ഓഫ് പറഞ്ഞിട്ട് ശുഭരാത്രി പറഞ്ഞിട്ട് അനീഷിന്റെ ശുഭരാത്രി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മൂന്ന് പേരും സ്റ്റേജിലേക്ക് വന്നത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇതിന്റെ ഏഷ്യനെറ്റിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള കിഷൻ കുമാർ, പിന്നെ അതേപോലെ മൈജിയുടെ AK ഷാജി, അവരെല്ലാവരും വന്ന് നിന്നിട്ടുള്ള അവരുടെ ആ ഒരു കോർപ്പറേറ്റ് മീറ്റപ്പ് ഉണ്ടെന്ന്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈജി ടോപ്പ് 5 വന്നിട്ടുള്ള നെവിൻ, അക്ബർ, ഷാനവാസ് ഇവർക്ക് മൂന്ന് പേർക്കും ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നെവിന് കിട്ടിയിട്ടുള്ളത് ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ്. പിന്നെ അക്ബറിന് കിട്ടിയിട്ടുള്ള ഒരു പാർട്ടി ബോക്സ് ആണ്. ഷാനവാസിന് കിട്ടിയത് എന്താണെന്നുള്ളത് കാണിച്ചിട്ടില്ല. പിന്നെ അനീഷിനോട് നമ്മുടെ ഷാജിക്ക പറയുന്നുണ്ട് വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും തരുന്നതായിരിക്കും, മൈജിയിൽ നിന്നും തരുന്നതായിരിക്കും. കാരണം ആദ്യമായിട്ടാണല്ലോ ഒരു കോമണർ വന്നിട്ട് ടോപ്പ് 5 കയറുന്നത്. അപ്പൊ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ വിന്നർക്ക് മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് കിട്ടുന്നുണ്ട്. വിക്ടോറിയസ് ആ ഒരു വണ്ടിയാണ് വിന്നർക്ക് കിട്ടുന്നത്. അനുമോൾക്ക് അതാണ് കിട്ടുന്നത്. അപ്പോൾ പയ്യെ അതൊക്കെ വിട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം, സെറ്റിൽ ചെയ്യാൻ കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് വിന്നേഴ്സിന് കിട്ടിയിട്ടുള്ളത്. 5 പേരും വിന്നേഴ്സ് ആണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 5 പേരും വിന്നേഴ്സ് ആണ്. ഈ സീസണിൽ പങ്കെടുത്തിട്ടുള്ള ഈ ടോപ്പ് 5 വന്നിട്ടുള്ള എല്ലാവരും വിന്നേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഈ 5 പേർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. 5 പേരും ഇത്രയധികം ഗിഫ്റ്റുകൾ നേടിയിട്ടാണ് പുറത്താവുന്നത്. ഇത് കൂടാതെ മണി വീക്കിൽ ഇവർ നേടിയ ക്യാഷും ഉണ്ട്, ക്യാഷ് പ്രൈസസ് വേറെയും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അനീഷിന് മൈജിയുടെ ഭാഗത്ത് നിന്നും സാംസങ് ഗാലക്സിയുടെ FC ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. 1 ലക്ഷത്തിലേറെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അത് കൊടുക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ഷാജിക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അനീഷിന്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അനുമോൾക്ക് കപ്പെടുത്തങ്ങ് കൊടുത്തു, ലാലേട്ടൻ അതങ്ങ് കൊടുത്തു. എല്ലാവർക്കും ആശ്വാസമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. PR വർക്കേഴ്സും എല്ലാവരും ഹാപ്പി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കിഷൻജി പറഞ്ഞ എക്കോസിസ്റ്റം ഫുൾ ഹാപ്പി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും ആ എക്കോസിസ്റ്റത്തെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതായിരിക്കാം. ബട്ട് ദ ഷോ ഇസ് റിഗ്ഡ്. ഓക്കെ, എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് റിഗ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ഈ രീതിയിൽ തന്നെ റിഗ്ഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ പോയാൽ മാത്രമേ ഈ കോർപ്പറേറ്റുകളൊക്കെ ഹാപ്പി ആവുള്ളൂ എന്നതുകൊണ്ടും ഇതിന് ഇനിയൊരു മണിക്കൂട്ടനൊക്കെ ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് നല്ല രീതിയിലൊരു ഡിസേർവിംഗ് വിന്നർ ആയിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കണക്കാണ്. ഇപ്പോ സീസൺ 5 വിന്നർ ഇപ്പൊ കണക്കായി പോയി. ആ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ആരാണ്? പിന്നെ ജിൻഡോ, അനുമോള്, ഒരാളിരുന്നങ്ങ് തീരുമാനിക്കുകയാണ് പുറത്ത് ആര് ജയിക്കണം, ഇങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പൊ അവരങ്ങ് ജയിക്കും. അപ്പൊ അതങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്, ക്ലിയർ മാനിപ്പുലേഷൻ ആണ്. നിങ്ങളുടെ എക്കോസിസ്റ്റം ഹാപ്പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺഗ്രാറ്റ്സ് ടു ലേഡി ബിഗ് ബോസ് വൺസ് അഗൈൻ. ലേഡി ബിഗ് ബോസ് അനുമോൾ ഇത് ഡിസേർവ്ഡ് ഒന്നും അല്ല, എന്നാലും എടുത്തോ, സാരമില്ല. നമ്മുടെ അനീഷേട്ടന്റെ വക ഒരു ഗിഫ്റ്റ് അങ്ങനെ കരുതിയാൽ മതി. പ്രേമം തുറന്നു പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ നോക്കി കാണുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൺഗ്രാറ്റ്സ് ലേഡി ബിഗ് ബോസ് ആൻഡ് ടീം. ലേഡി ബിഗ് ബോസ് ആൻഡ് ടീമിന് കൺഗ്രാറ്റ്സ്.